ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशर्षिभ्यो महद्भ्यो नमो गुरुभ्यः सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शान्ति शान्ति शान्तिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। എല്ലാവർക്കും പ്രണാമം. ഹരി ഓം. ഓം നമോ നാരായണായ. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയകാണ്ഡം മുനികാണ്ഡം അഥവാ യാജ്ഞവൽക്യകാണ്ഡം തൃതീയാധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം ദ്വിതീയ ബ്രാഹ്മണം ആർത്തഭാഗ ബ്രാഹ്മണം പ്രഥമ മന്ത്ര ച നവമ മന്ത്ര 1 മുതൽ 9 വരെയുള്ള മന്ത്രം. അധഃ ഏനം ജാരത്കാരവ ആർത്തഭാഗഃ പപ്രച്ഛ യാജ്ഞവൽക്യ ഇതി ഹോവാച കദിഗ്രഹാഃ കദി അധിഗ്രഹാഃ ഇതി അഷ്ടൗ ഗ്രഹാഃ അഷ്ടൗ അധിഗ്രഹാഃ ഇതി ഏതേ അഷ്ടൗ ഗ്രഹാഃ അഷ്ടൗ അധിഗ്രഹാഃ കഥമേത ഇതി പ്രാണോ വൈ ഗ്രഹഃ സഹ അപാനേന അധിഗ്രാഹേണ ഗൃഹീതഃ അപാനേന ഹി ഗന്ധാൻ ജിഘ്രതി വാഗ് വൈ ഗ്രഹഃ സഹ നാമ്നാ അധിഗ്രാഹേണ ഗൃഹീതഃ വാചാ ഹി നാമാനി അഭിവദതി ജിഹ്വാ വൈ ഗ്രഹഃ സഹ രസേന അധിഗ്രാഹേണ ഗൃഹീതഃ ജിഹ്വയാ ഹി രസാൻ വിജാനാതി ചക്ഷുർവൈ ഗ്രഹഃ സഹ രൂപേണ അധിഗ്രാഹേണ ഗൃഹീതഃ ചക്ഷുഷാ ഹി രൂപാണി പശ്യതി ശ്രോത്രം വൈ ഗ്രഹഃ സഹ ശബ്ദേന അധിഗ്രാഹേണ ഗൃഹീതഃ ശ്രോത്രേണ ഹി ശബ്ദാൻ ശൃണോതി മനോ വൈ ഗ്രഹഃ സഹ കാമേന അധിഗ്രാഹേണ ഗൃഹീതഃ മനസാ ഹി കാമാൻ കാമയതേ ഹസ്തോ വൈ ഗ്രഹഃ സഹ കർമ്മണാ അധിഗ്രാഹേണ ഗൃഹീതഃ ഹസ്താഭ്യാം ഹി കർമ്മ കരോതി ത്വക് വൈ ഗ്രഹഃ സഹ സ്പർശനേന അധിഗ്രാഹേണ ഗൃഹീതഃ ത്വചാ ഹി സ്പർശാൻ വേദയതേ ഇതി ഏതേ അഷ്ടൗ ഗ്രഹഃ അഷ്ടൗ അധിഗ്രഹാഃ. യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് പഠനം തുടരാം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ജൽപരൂപ ഉപപത്തി പ്രകരണം 9 ബ്രാഹ്മണങ്ങളോടുകൂടിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ പ്രാഥമികമായിട്ട് സാമാന്യമായിട്ട് പ്രഥമ ബ്രാഹ്മണം അശ്വല ബ്രാഹ്മണം വിവിധങ്ങളായ യജ്ഞയാഗാദികളെക്കുറിച്ച് അശ്വലൻ്റെ ചോദ്യത്തിന് യാജ്ഞവൽക്യ മഹർഷി മറുപടി പറയുന്നത് കണ്ടു. അതോടൊപ്പം തന്നെ മരണത്തെ എങ്ങനെ അധിവർത്തിക്കാം എന്നുള്ള ചോദ്യത്തിനും യാജ്ഞവൽക്യ മഹർഷി മറുപടി പറഞ്ഞു. വിവേക വൈരാഗ്യത്തോടുകൂടി ആര് ദൃഷ്ടഫലത്തെയോ അദൃഷ്ടഫലത്തെയോ ആഗ്രഹിക്കാതെ ആര് സാധന അനുഷ്ഠിക്കുന്നു. ദൃഷ്ടഫലം എന്ന് വെച്ചാൽ നമുക്ക് കണ്ണുകൊണ്ട് കണ്ടനുഭവിക്കാൻ സാധിക്കുന്ന നമുക്ക് ലഭ്യമാകുന്ന ഫലങ്ങളെയാണ് ദൃഷ്ടഫലം എന്ന് പറയുന്നത്. ദൃഷ്ടം എന്ന് വെച്ചാൽ കാണുക, കണ്ടനുഭവിക്കുക. അദൃഷ്ടം എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കണ്ടനുഭവിക്കാൻ സാധിക്കില്ല, പിന്നീട് നമുക്ക് ഈ ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം ലഭ്യമാകുന്ന ഫലങ്ങളാണ് അദൃഷ്ടഫലം. അപ്പം ദൃഷ്ട അദൃഷ്ട ഫലങ്ങൾ ഇംപെർമനൻ്റ് ആണ്, അത് താൽക്കാലികമാണ്, ഇഹലോകത്തോ പരലോകത്തോ. അതുകൊണ്ട്
വിവേക വൈരാഗ്യത്തോടു കൂടി ആര് മോക്ഷമാർഗത്തെ അവലംബിക്കുന്നു അവർക്ക് മൃത്യുഭയത്തെ മറികടക്കാമെന്ന് യാജ്ഞവൽക്യ മഹർഷി അശ്വലബ്രാഹ്മണത്തിൽ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ആർത്തഭാഗ ബ്രാഹ്മണത്തിലേക്ക് പ്രവേശിച്ചു. ആർത്തഭാഗൻ എന്ന ചോദ്യകർത്താവ് യാജ്ഞവൽക്യ മഹർഷിയോട് ചോദിക്കുന്ന പ്രഥമ ചോദ്യമാണ് നമ്മൾ 1 മുതൽ 9 വരെ 1 to 9 മന്ത്രങ്ങൾ കണ്ടത്. അവിടെ യാജ്ഞവൽക്യ മഹർഷി ഈ ഒരു ആഖ്യായിക ആർത്തഭാഗൻ എന്ന വക്താവിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഈ ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്കാണ് അല്ലേ, അവരുടെയൊക്കെ സൃഷ്ടിയേ അങ്ങനെയാണ്, പുറമേയുള്ള വിഷയങ്ങളെ സ്വീകരിക്കുക എന്നതാണ്. അതിൻ്റെ സ്വഭാവം ചെയ്തുകൊണ്ടേയിരിക്കും. അത് ചെയ്യുവാൻ സഹായിക്കുന്നത് ദേവതകളാണ്, ദേവതകളുടെ സഹായത്തിനാലാണെന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് നാമാകുന്ന സാധകരോട് യാജ്ഞവൽക്യ മഹർഷി 9 വരെയുള്ള മന്ത്രങ്ങളിൽ പറയുന്നത് ആർക്കാണോ ജീവൻ മുക്തി വേണ്ടത് അല്ലേ, അല്ലെങ്കിൽ ആത്യന്തിക ദുഃഖനിവൃത്തി വേണ്ടത്, അവർ സാധന ചതുഷ്ടയ സമ്പത്തിയിലെ പ്രധാന സമ്പത്തുകളിൽ 2 ക്ഷമ ധമ ആർജിക്ക വേണം. അതിലൂടെ ഇന്ദ്രിയങ്ങളെ തൻ്റെ വശത്താക്ക വേണം എന്ന് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. ക്ഷമ എന്നാൽ മനസ്സിനെ നമ്മളുടെ നിയന്ത്രണത്തിലാക്കുന്ന ആ കഴിവിനെയാണ്, അല്ലെങ്കിൽ അധികാരത്തിനെയാണ് ക്ഷമ എന്ന് പറയുന്നത്. ധമ എന്നാൽ ഇന്ദ്രിയങ്ങളെ നമ്മളുടെ തന്നെ നിയന്ത്രണത്തിലാക്കുന്നതിന്. ഇത് രണ്ടുമാണ് 9 വരെയുള്ള മന്ത്രത്തിൻ്റെ കാതലായി നമ്മൾ കണ്ടത്. ആ ചോദ്യത്തിനൊക്കെ യാജ്ഞവൽക്യ മഹർഷി മറുപടി പറഞ്ഞു. അതിൽ ആർത്തഭാഗരും തൃപ്തനാണ്, ആ വിദ്വത്സഭയും മൗനമായി അതിനെ അംഗീകരിക്കുന്നതും നമ്മൾ കണ്ടു. അടുത്തതിലേക്ക് പോകാം. ദശമ മന്ത്രം. യാജ്ഞവൽക്യ ഇതിഹോവാച യദിദം സർവം മൃത്യോഃ അന്നം കാ സ്വിത്സ ദേവത യസ്യ മൃത്യുരന്നമിതി. മൃത്യുഹു അന്നമിതി. ഒരുമിച്ച് പറയുമ്പോൾ മൃത്യുരന്നമിതി. അഗ്നിർവൈ മൃത്യുഹു സഹ അപാം അന്നം അപ പുനർമൃത്യും ജയതി. പുനഃ മൃത്യും ജയതി. ഇപ്പം നമുക്കിത് ശീലമായെന്ന് തോന്നുന്നു. ഈ റകാരം വരുന്നിടത്തൊക്കെ വിസർഗമാകും. പുനർ ഇറുമാരി പുനഃ, മൃത്യുരന്നമിതി രാമാരി വിസർഗമായി. അത് പാണിനി മഹർഷിയുടെ വ്യാകരണ ശാസ്ത്രം അനുസരിച്ച് നമ്മൾ പദം ഛേദിക്കുമ്പോൾ അതാണ് നിയമം. ഒരുമിച്ച് പാരായണം ചെയ്യാം. യാജ്ഞവൽക്യ ഇതിഹോവാച യദിദം സർവം മൃത്യോഃ അന്നം കാ സ്വിത്സ ദേവത യസ്യ മൃത്യുഃ അന്നമിതി. അഗ്നിർവൈ മൃത്യുഃ സഹ അപാം അന്നം അപ പുനഃ മൃത്യുഃ ജയതി. യാജ്ഞവൽക്യ ഇതിഹോവാച യദിദം സർവം മൃത്യോഃ അന്നം കാ സ്വിത്സ ദേവത യസ്യ മൃത്യുഃ അന്നമിതി. അഗ്നിർവൈ മൃത്യുഃ സഹ അപാം അന്നം അപ പുനഃ മൃത്യുഃ ജയതി. യാജ്ഞവൽക്യ ഇതിഹോവാച. അപ്പം നമ്മുടെ മനസ്സിൽ ആ സഭാമണ്ഡപം ഉണ്ടായിരിക്കണം അല്ലേ. ആ സഭാമണ്ഡപത്തിൽ ഗ്രഹ അതിഗ്രഹങ്ങളോടുള്ള ചോദ്യങ്ങൾ അവസാനിപ്പിച്ചതിന് ശേഷം അടുത്തതായി അതിൻ്റെ ഉത്തരം കേട്ടതിന് ശേഷം അടുത്തതായി ആർത്തഭാഗൻ ചോദിക്കുകയാണ്. യാജ്ഞവൽക്യ ഇതിഹോവാച. യാജ്ഞവൽക്യ മഹർഷിയോടായിക്കൊണ്ട് ദ്വിതീയ പ്രശ്നമായിട്ട് ആർത്തഭാഗൻ ചോദ്യം ചോദിക്കുന്നു. യദിദം സർവം മൃത്യോഃ അന്നം. യദിദം എന്ന് വെച്ചാൽ ഇതെല്ലാം എന്നാണ്. ഇവിടെ ഏതെല്ലാം എന്ന് പറഞ്ഞാൽ യദിദം പൂർവ പ്രശ്നഃ, മുമ്പ് പറഞ്ഞ പ്രശ്നം എന്നാണ്. എന്നുവെച്ചാൽ എഴുതിക്കോളൂ. യദിദം എന്ന് വെച്ചാൽ അഷ്ടൗ ഗ്രഹഃ അഷ്ടൗ അതിഗ്രഹാഃ. മുമ്പ് അതിനെക്കുറിച്ചല്ലേ പറഞ്ഞത്. 8 ഗ്രഹങ്ങളെ, ഗ്രഹം എന്ന് വെച്ചാൽ ഇന്ദ്രിയം, അതിഗ്രഹം എന്ന് വെച്ചാൽ വിഷയം.
അല്ലേ? അതാണ് യദിദം എന്ന വാക്കിൻ്റെ ഈ സന്ദർഭത്തിലെ അർത്ഥം. അഷ്ടൗ ഗ്രഹാഹ അഷ്ടൗ അധിഗ്രഹാഹ. ഇതെല്ലാം സർവം മുമ്പ് പറഞ്ഞ ഈ പ്രധാനപ്പെട്ട ഇന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങളും. അതാണ് യദിദം സർവം, അവയെല്ലാം. മൃത്യോഹോ അന്നം, മൃത്യുവിന് അന്നമാകുന്നു എന്ന് ആർത്തഭാഗൻ യാജ്ഞവൽക്യ മഹർഷിയോടായി പറയുകയാണ്. മൃത്യുവിന് അന്നമാകുന്നു എന്ന് വെച്ചാൽ എഴുതിക്കോളൂ, ലയസ്ഥാനം. അന്നമാകുക എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ചോറും കറിയും ആ അന്നമല്ല. ഇവിടെ മൃത്യുവിൻ്റെ പിടിയിലാണ്, അതാണ് അർത്ഥം അല്ലേ? മൃത്യുവിനാൽ വ്യാപൃതമാണ് എന്ത്? നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം. അഷ്ടഗ്രഹം എന്ന് വെച്ചാൽ 8 ഇന്ദ്രിയങ്ങളും. അതല്ല, സുപ്രധാനമായി 8 പറഞ്ഞെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം അല്ലേ, നമ്മുടെ സർവ ഇന്ദ്രിയങ്ങളും അല്ലെങ്കിൽ സർവ ശരീരഭാഗങ്ങളും. ആർക്കാണ് അന്നം? നമ്മളെ ആരാ കഴിക്കുന്ന അവസാനം അല്ലേ? നമ്മളെ കഴിക്കാൻ ഒരാൾക്കേ ഉള്ള അധികാരം. ആരാണ്? മൃത്യുദേവത. അതാണ് അന്നം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലയസ്ഥാനം, നമ്മൾ അവസാനം എത്തുന്ന സ്ഥലം. ഭസ്മാന്തം ശരീര ക്രതോ സ്മര കൃതകും സ്മര അല്ലേ? ഈശാവാസ്യം അത് തന്നെ. അതാണ് നമ്മുടെ അവസാനം നമ്മളെയൊക്കെ കൊണ്ടുപോകുന്നതാണ്. അതാണ് അന്നം. അന്നം എന്നുള്ള വ്യവഹാരാർത്ഥമല്ല ഇവിടെ നമ്മൾ എടുക്കേണ്ട ഗൂഢാർത്ഥമാണ്, ഇവിടുത്തെ ഇന്നർ മീനിങ്. മൃത്യുദേവതയാണ് എല്ലാ ഇന്ദ്രിയങ്ങളെയും ആഹരിക്കുന്നത് എന്ന് ആര് പറയുന്നു? ആർത്തഭാഗൻ യാജ്ഞവൽക്യ മഹർഷിയോട് പറയുന്നു. കാ, അടുത്ത വാക്ക് കാ, എന്നാൽ എന്ന് അദ്ദേഹം ഇത് ചോദ്യമായിട്ടല്ല, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുകയാണ്. ചോദ്യം എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കുമല്ലോ, പക്ഷെ ഇവിടെ വിസ്തരിച്ച് പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഭാഷണം ഇങ്ങനെ തുടരുകയാണ്. അപ്പം ആർത്തഭാഗൻ പറയുന്നു, നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം മൃത്യുദേവൻ്റെ അധീനത്തിലാണല്ലോ, അല്ലെങ്കിൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും എടുക്കാൻ, ഇല്ലാണ്ടാക്കാൻ ആർക്കാണ് സാധിക്കുന്നത്? മൃത്യുദേവനാണല്ലോ. എന്നാൽ കാ സിത്സാ ദേവത യസ്യ മൃത്യുഹു അന്നമിദം. അന്നം ഇതി സിത്സാ ദേവത യസ്യ മൃത്യുഹു അന്നം ഇതി. ഏതു ദേവതയാണ്, എന്നാൽ ഏത് ദേവതയാണ് ആണ് കാ സിത്സാ ദേവത യസ്യ മൃത്യുഹു അന്നമിതി. മൃത്യുദേവൻ അന്നമായിരിക്കുന്നത് ആരാണ്? മൃത്യുദേവൻ്റെ ലയസ്ഥാനം. അപ്പം നമ്മളെയൊക്കെ കൊണ്ടുപോകുന്നത് മൃത്യുദേവത. മൃത്യുദേവതയുടെ ലയസ്ഥാനം ഏതാണ്? അതാണ് മൃത്യുഹു അന്നം ഇതി. ഇത് അന്നം എന്നുള്ള വാക്ക് നമ്മൾ എപ്പോഴും മനസ്സിലുണ്ടാകണം, വ്യവഹാരാർത്ഥമല്ല അല്ലേ? ഇവിടെ എന്താണ്? ലയസ്ഥാനം എന്നുള്ള അർത്ഥമാണ്. ഏതു ദേവതയ്ക്കാണ് മൃത്യു അന്നമായിരിക്കുന്നത്, അല്ലെങ്കിൽ മൃത്യുദേവനെ ഇല്ലാണ്ടാക്കാൻ കഴിവുള്ള ദേവത ആര്? അതാണ് ആർത്തഭാഗൻ യാജ്ഞവൽക്യ മഹർഷിയോട് ചോദിക്കുന്നത്. എന്നിട്ട് മറുപടി നമുക്ക് കാണാം. അഗ്നിഹി അഗ്നിഹി വൈ മൃത്യുഹു. അഗ്നിദേവൻ. അടുത്ത പറയാം, അഗ്നിഹി എന്നുള്ളിടത്ത് നമ്മൾ അഗ്നിദേവത എന്ന് മനസ്സിലാക്കണേ. അഗ്നിഹി അല്ലെങ്കിൽ അഗ്നിദേവത വൈ മൃത്യുഹു. അതായത് അഗ്നിദേവന് നമ്മളുടെ ഈ എല്ലാ ഇന്ദ്രിയങ്ങളെയും ആഹരിക്കുവാനുള്ള കഴിവുമുണ്ട്. നമ്മൾ വിചാരിക്കും യമധർമ്മരാജാവാണ് എല്ലാ ഇന്ദ്രിയങ്ങളെയും കഴിക്കുന്നയാള്. അല്ല, ആർക്കിവിടെ കഴിവുണ്ട്? അഗ്നിഹി വൈ മൃത്യുഹു അല്ലേ? നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ ആഹരിക്കുവാൻ ആർക്കിവിടെ കഴിവുണ്ട്? അഗ്നിദേവത. ഇപ്പം നമുക്ക് വേർഡ് ബൈ വേർഡ് മീനിങ് നോക്കാം. ഇപ്പം നിങ്ങളുടെ ഉള്ളിലൊക്കെ അനേക സംശയങ്ങൾ വന്നു കാണും. നമ്മളതൊക്കെ ഭാഷ്യത്തിലേക്ക് നമുക്ക് എഴുതാനുണ്ട് കുറച്ച്, അപ്പോഴേക്കും എല്ലാം ക്ലിയർ ആയിക്കോളും. ഇപ്പം നമുക്ക്
പദപദാർത്ഥം നോക്കിപ്പോകാം, സാമാന്യാർത്ഥം. അപ്പം അഗ്നിഹി വൈ മൃത്യുഹു, അഗ്നി എല്ലാറ്റിനും എന്ന് വെച്ചാൽ ഗ്രഹാതിഗ്രഹങ്ങൾക്ക്, എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഇന്ദ്രിയങ്ങളാൽ സ്വീകരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും നശിപ്പിക്കുവാനുള്ള കഴിവ് അഗ്നിദേവനുണ്ട്. എന്നിട്ട് പറയുന്നു സഹ അപാമന്നം സഹ അഗ്നിഹി, സഹ അഗ്നിഹി, ഈ അഗ്നിക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ കൊല്ലാനുള്ള അല്ലെങ്കിൽ നശിപ്പിക്കാനുള്ള കഴിവ് അഗ്നിദേവതയ്ക്കുണ്ട്. പക്ഷെ അഗ്നിയെ നശിപ്പിക്കാൻ മറ്റൊരാൾ അഗ്നിയേക്കാളും ശ്രേഷ്ഠമായിട്ടുണ്ട്, കഴിവുള്ളതായിട്ടുണ്ട്. അതാണ് അപാം അന്നം. അതായത് അപാം എന്ന് വെച്ചാൽ ജലം അല്ലേ. അപ്പം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ജലത്തിൻ്റെ പര്യായമാണ്. ജലം അന്നമാകുന്നു ആർക്ക്? അഗ്നി. അഗ്നിയെ നശിപ്പിക്കാൻ ആർക്കാ കഴിവുള്ള? വരുണദേവന് മാത്രമേ ഉള്ളൂ അല്ലേ. ജലം അഗ്നിക്ക് അന്നമാകും. അപ്പം നമ്മുടെ ശരീരം ഓരോ ഇന്ദ്രിയങ്ങൾ അഗ്നിക്ക് ഇരയാകുമെന്ന് വെച്ചു അല്ലേ. അപ്പം ആ ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ അഗ്നി ഇങ്ങനെ നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളെ വന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അഗ്നി ഇങ്ങനെ കഴിക്കുന്ന കണ്ടിട്ട് അഗ്നിയുടെ ആ നമ്മളെ ആഹരിക്കുന്ന ആ പ്രവൃത്തി നിർത്തലാക്കാൻ ആർക്ക് സാധിക്കും? ജലത്തിന് അല്ലേ. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഉദാഹരണം, നമ്മുടെ കാലിൽ കുറച്ച് അഗ്നി ബാധിച്ചു, അതെങ്ങനെ നമ്മൾ, അപ്പം നമ്മുടെ ആ പാദമെന്ന കർമ്മേന്ദ്രിയം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കും? കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അല്ലേ. അഗ്നിയുടെ ആഹാരത്തിനെ അല്ലേ, അഗ്നി ഇങ്ങനെ നമ്മുടെ കാലിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെ എങ്ങനെ നിർത്തലാക്കാൻ ജലദേവതയ്ക്ക് സാധിക്കും അല്ലെ വരുണദേവന് സാധിക്കും. അതാണ് പറയുന്നത് അഗ്നിയേക്കാളും ശ്രേഷ്ഠമാണ് ആര്? ജലം എന്നത്. അതായത് ആ ഇന്ദ്രിയത്തിനെ ആഹരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ മരിക്കുമ്പോൾ ഇതല്ലേ അല്ലേ, നമ്മളെയൊക്കെ ഇവിടെ ആശ്രമത്തിൽ എങ്ങനെയാണെന്നറിയാം, മരിക്കുമ്പോൾ നമ്മൾ ജലസമാധി ഇരുത്തുകയാണ് ചെയ്യും. അപ്പോൾ അഗ്നിയുടെ സാധാരണ ഇവിടെ പൊതുവെ ഗൃഹസ്ഥാശ്രമത്തിൽ ഉണ്ട്, അവർക്ക് അഗ്നിബാധയാണ് കൊടുക്കാറ്, ശരീരോപേക്ഷ. അപ്പം നമ്മൾ സന്യാസം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ചിങ്ങോട്ട് പോയി കഴിയുമ്പോൾ കേദാർഘട്ട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, ഗംഗാജിയിലെ കേദാർഘട്ട്. അവിടെ വലിയൊരു കുളം കുഴിച്ചിട്ടുണ്ട്. നിങ്ങൾ വന്ന് കണ്ടവർക്ക് കാണാൻ സാധിക്കില്ല, കുറേ ഉള്ളിലോട്ട് അങ്ങനെ അങ്ങോട്ട് പോകാറില്ല, കൊണ്ടുപോകാറുമില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ വലിയൊരു കുളം കുഴിച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ നമ്മളെ ഇട്ട് ഇരുത്തി മൂടുക ചെയ്യുക. അഗ്നിബാധ കിട്ടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ ജലബാധ കിട്ടും എന്തായാലും, ജലം കൊണ്ട്. അപ്പം സാധാരണ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, സാധാരണ നമ്മൾ പൊതുവേ നമ്മളുടെ സനാതന സംസ്കാരം അനുസരിച്ച് എന്താ ചെയ്യുക, നമ്മൾ അഗ്നിക്കാണ്. അപ്പം നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളും അല്ലേ, ആദ്യം അതിൻ്റെ പ്രവർത്തനമൊക്കെ നിന്ന് അല്ലേ, പ്രാണൻ അങ്ങ് ശരീരത്തിൽ നിന്ന് പോയി കഴിയുമ്പോൾ പിന്നെ അത് അഗ്നിക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഇന്ദ്രിയങ്ങളായിട്ട് അഗ്നി ഇങ്ങനെ ആഹരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യാജ്ഞവൽക്യർക്ക് ഇത്രയും പറഞ്ഞു തരുന്നത് നമ്മുടെ മരണഭയം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനെ കഴിവുള്ളത്, അതിനെ നശിപ്പിക്കാൻ, അഗ്നിബാധയെ അല്ലെങ്കിൽ ആ അഗ്നിയുടെ ആ ശക്തിയെ, തേജസ്സിനെ നശിപ്പിക്കുവാൻ ആർക്ക് കഴിവുണ്ട്? അപാമന്നം, ജലത്തിന് സാധ്യമാകും. അല്ലെങ്കിൽ അഗ്നിയെ കഴിക്കുവാൻ ആർക്കേ നമുക്ക് ആർക്കും കഴിയില്ല. നമ്മൾ സാധാരണ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അഗ്നിദേവതയെ ആഹാരമാക്കുവാൻ ആരാലും സാധിക്കില്ല, പക്ഷെ ആർക്ക് സാധിക്കും? ജലത്തിന് സാധിക്കും അല്ലേ. ജലം വന്നാൽ പിന്നെ അഗ്നിക്ക് അസ്തിത്വമില്ല, ഉണ്മയില്ല. അപഹ പുനഃ മൃത്യും ജയതി, പുനഃ മൃത്യും ജയതി. അടുത്ത വാക്ക് സർവ ഇന്ദ്രിയങ്ങൾക്കും, എഴുതിക്കോളൂ അത്, അവിടെ എന്താ യാജ്ഞവൽക്യ മഹർഷി ഉദ്ദേശിക്കുന്നതെന്ന്. സർവ ഇന്ദ്രിയങ്ങൾക്കും അതിൽ നിന്നും സ്വീകരിക്കുന്ന വിഷയങ്ങൾക്കും, സർവ ഇന്ദ്രിയങ്ങൾക്കും അതിൽ നിന്നും സ്വീകരിക്കുന്ന ബാഹ്യ വിഷയങ്ങൾക്കും
അല്ലേ? പുറമേയുള്ള വിഷയങ്ങളല്ലേ നമ്മൾ സ്വീകരിക്കുന്നത്. സർവ ഇന്ദ്രിയങ്ങൾക്കും അതിലൂടെ സ്വീകരിക്കുന്ന ബാഹ്യ വിഷയങ്ങൾക്കും ഇന്ദ്രിയങ്ങളുടെ അടിസ്ഥാന ദേവതകൾക്കും, ഓരോ ഇന്ദ്രിയത്തിനും ഓരോ അടിസ്ഥാന ദേവതയുണ്ടല്ലോ, ആ ദേവതകൾക്കും സർവ ഇന്ദ്രിയങ്ങൾക്കും അതിൽ നിന്ന് സ്വീകരിക്കുന്ന ബാഹ്യ വിഷയങ്ങൾക്കും അതിൻ്റെ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളുടെ അതിൻ്റെ അടിസ്ഥാന ദേവതകൾക്കും മൃത്യു ബ്രാക്കറ്റിൽ ലയസ്ഥാനം ആയിരിക്കുന്നത് അവയുടെയെല്ലാം സൃഷ്ടിസ്ഥിതി കാരണസ്വരൂപനായിരിക്കുന്ന പരമാത്മാവാകുന്നു. അവയുടെ ഇന്ദ്രിയങ്ങളുടെയും പുറമേയുള്ള വിഷയങ്ങളുടെയും ദേവതകളുടെയും, അതാണ് അവയുടെ എല്ലാം എന്ന് വെച്ചാൽ. അവയുടെ എല്ലാം സൃഷ്ടി സ്ഥിതി കാരണ സ്വരൂപമായിരിക്കുന്ന പരമാത്മാവാകുന്നു. എഴുതിയോ? കുറച്ച് എഴുതാനുണ്ട്. ഇനി നമ്മൾ ഭാഷ്യം അതിൻ്റെ വ്യാഖ്യാനമാണ് എഴുതാൻ പോകുന്നത്. ഇപ്പം വെറും വേർഡ് ബൈ വേർഡ് മീനിങ് അല്ലേ കണ്ടുള്ളൂ. പരമാത്മാവാകുന്നു എഴുതിയോ? ഒന്നുകൂടെ വായിക്കാം. സർവ ഇന്ദ്രിയങ്ങൾക്കും അവയിലൂടെ സ്വീകരിക്കുന്ന ബാഹ്യ വിഷയങ്ങൾ, അല്ല അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കണ്ണ് കാഴ്ച എന്ന പുറമേ ഉള്ളതിനെ കണ്ണിലൂടെ സ്വീകരിക്കുന്നു, അല്ലേ? കേൾവി ശബ്ദം, പുറമേ ഉള്ള ശബ്ദത്തിനെ ചെവിടിലൂടെ കേൾക്കുന്നു. അതാണ് ബാഹ്യ വിഷയങ്ങളെ ഓരോ ഇന്ദ്രിയങ്ങളും സ്വീകരിക്കുന്നു. എങ്ങനെ സ്വീകരിക്കുന്നു? അതിൻ്റെ അടിസ്ഥാന ദേവതയുടെ. ഇവർക്കൊക്കെ മൃത്യു ആയിരിക്കുന്നത്, ലയസ്ഥാനം ആയിരിക്കുന്നത് അവയുടെ എല്ലാം, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെയും നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കുന്ന വിഷയങ്ങളുടെയും പിന്നെ അതിനടിസ്ഥാനമായ ദേവതകളുടെയും എല്ലാം സൃഷ്ടിസ്ഥിതി കാരണം, അവയൊക്കെ സൃഷ്ടിച്ചതും അവയൊക്കെ നിലനിൽപ്പിക്കുന്നതും പിന്നെ അവയൊക്കെ കാരണം എന്ന് വെച്ചാൽ ഇല്ലാണ്ടാക്കുന്നതും, അല്ലേ? തന്നിലേക്ക് ലയിപ്പിക്കുന്നതും ആ സ്വരൂപമായിരിക്കുന്ന പരമാത്മാവ് ആയിരിക്കുന്നു. എഴുതിയോ? ഫുൾ സ്റ്റോപ്പ്. പരമാത്മാവ് ആയിരിക്കുന്നു. ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അടുത്ത് എഴുതുക. ഇങ്ങനെ അറിയുന്നവർ, അതായത് പരമാത്മാവാകുന്നു എന്നറിയുന്നവർ, അതാണ് ഇങ്ങനെ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. സൃഷ്ടിസ്ഥിതി കാരണ സ്വരൂപം പരമാത്മാവാകുന്നു എന്നറിയുന്നവർ സ്വയം അസ്തിത്വമില്ലാത്ത ഇന്ദ്രിയങ്ങളെയോ അവയുടെ വിഷയങ്ങളെയോ, ഇന്ദ്രിയങ്ങളെയോ എന്ന് എഴുതിയിട്ട് കോമ ഇടണേ. ഇന്ദ്രിയങ്ങളെയോ കോമ അവയുടെ വിഷയങ്ങളെയോ കോമ അവയുടെ വിഷയങ്ങളെയോ കോമ ബാഹ്യ വിഷയങ്ങളെ ഗ്രഹിക്കുവാൻ ഗ്രഹിക്കുക എന്ന് വെച്ചാൽ അറിയാലോ, അല്ലേ? പുറമേ ഉള്ള വിഷയങ്ങളെ സ്വീകരിക്കുവാൻ, അതാണ് ഗ്രഹിക്കുക എന്ന് അർത്ഥം. ബാഹ്യ വിഷയങ്ങളെ ഗ്രഹിക്കുവാൻ സഹായിക്കുന്ന
ബാഹ്യ വിഷയങ്ങളെ ഗ്രഹിക്കുവാൻ സഹായിക്കുന്ന ദേവതകളെയോ ആശ്രയിക്കുകയില്ല. ബാഹ്യ വിഷയങ്ങളെ ഗ്രഹിക്കുവാൻ സഹായിക്കുന്ന ദേവതകളെയോ ആശ്രയിക്കുകയില്ല. ഫുൾ സ്റ്റോപ്പ്. ആശ്രയിക്കുകയില്ല. അതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് ദേവതകളായിക്കോട്ടെ, പ്രകൃതി ആയിക്കോട്ടെ, അല്ലേ? പ്രകൃതിയിലെ വിഷയങ്ങളാണല്ലോ നമ്മൾ കണ്ടനുഭവിക്കുന്നത്, അല്ലേ? അവയായിക്കോട്ടെ, നമ്മുടെ ഇന്ദ്രിയങ്ങളായിക്കോട്ടെ, ഇതിനെല്ലാം ആധാരം പരമാത്മാവാണ്. അപ്പോഴെന്ത് ചെയ്യും? അതറിയുന്നവർ സ്വയം അസ്തിത്വമില്ലാത്ത, പരമാത്മാവില്ലെങ്കിൽ നമുക്ക് ഇന്ദ്രിയമില്ല, ദേവതകളില്ല, അല്ലേ? വിഷയങ്ങളില്ല, പ്രകൃതിയില്ല, ഒന്നുമില്ല. അതുകൊണ്ട് എന്താണ്? സ്വയം അസ്തിത്വമില്ലാത്ത, അതായത് ഇൻഡിപെൻഡൻസി, അതാണ് സ്വയം അസ്തിത്വം. അതില്ലാത്ത ഇന്ദ്രിയങ്ങളെയോ പുറമേ ഉള്ള വിഷയങ്ങളെയോ പ്രകൃതിയെയോ പിന്നെ അതിനെ നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ സഹായിക്കുന്ന ദേവതകളെയോ ആശ്രയിക്കുകയില്ല. കാരണം അവർക്ക് ആർക്കും എന്താ? സ്വയം അസ്തിത്വമില്ല, നിലനിൽപ്പില്ല. അതിൻ്റെയൊക്കെ സൃഷ്ടിസ്ഥിതി കാരണം പരമാത്മാവാകുന്നു. അതാണ് നമ്മളിപ്പോൾ എഴുതിയത്. ആശ്രയിക്കുകയില്ല. ഫുൾ സ്റ്റോപ്പ്. അടുത്തത് ആശ്രയിക്കുകയില്ല. ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന പരമാത്മാവിനെ ആയിരിക്കും അവർ ആശ്രയിക്കുന്നത്. ഏവര്? ഈ സൃഷ്ടിസ്ഥിതി ലയസ്ഥാനം പരമാത്മാവാണെന്ന് തിരിച്ചറിയുന്നവർ. അതാണ്. ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന പരമാത്മാവിനെ ആയിരിക്കും അവർ ആശ്രയിക്കുക. അവർ എന്ന് വെച്ചാൽ മുമുക്ഷുക്കൾ, നമ്മളെല്ലാവരും, അല്ലേ? ആശ്രയിക്കുന്നത്. ഫുൾ സ്റ്റോപ്പ്. ആര് ഈ വിധം ആശ്രയിക്കുന്നുവോ അവർ മൃത്യുഭയത്തെ അതിവർത്തിക്കുന്നു. ആര് ഈ വിധം ആശ്രയിക്കുന്നുവോ അവർ മൃത്യുഭയത്തെ അതിവർത്തിക്കുന്നു. എന്നുവെച്ചാൽ മരണം എപ്പോൾ വന്നാലും സന്തോഷം, അല്ലേ? അവർക്ക് ഒരു ഭയവുമില്ല, അല്ലേ? കാരണം എന്താണ്? എൻ്റെ സൃഷ്ടിക്ക് കാരണം പരമാത്മാവാണ്. അതുകൊണ്ട് ഞാൻ ലയിക്കുന്നതും അങ്ങട് തന്നെയാണ് എന്നുള്ള ആ ഉറപ്പുണ്ടാകും. അവർക്ക് മൃത്യുഭയത്തെ അതിവർത്തിക്കുക എന്ന് വെച്ചാൽ എന്താ? ടു ഓവർകം എന്നുള്ള അർത്ഥമാണ്. അവർ മരണഭയത്തിൽ നിന്നും രക്ഷ നേടുന്നു, അല്ല? മൃത്യുഭയത്തെ അതിവർത്തിക്കുന്നു. ഫുൾ സ്റ്റോപ്പ്. അതാകുന്നു പുനർജന്മരഹിത മുക്തി. അതാകുന്നു പുനർജന്മരഹിത മുക്തി. അവർക്ക് പിന്നെ ഒരു പുനർജന്മരഹിതം എന്ന് വെച്ചാൽ നാസ്തി, ഇല്ല. അവർക്ക് അതാകുന്നു പുനർജന്മരഹിത മുക്തി. ഇത്രയുമാണ് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞത്. പുനഃ മൃത്യും ജയതി. അപ്പം പുനഃ മൃത്യും ജയതി എന്ന വാക്കിൻ്റെ അർത്ഥമാണ് നമ്മളിപ്പോൾ എഴുതിയെന്ന് വിചാരിക്കുന്നു. മറുപടി പറയുന്നത് എങ്ങനെയാണ്? യാജ്ഞവൽക്യ മഹർഷിയോട് ചോദിക്കുന്നു, നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്കൊക്കെ ആരാണ് അതിനെയൊക്കെ സ്വീകരിക്കുവാൻ കഴിവുള്ളത്? അപ്പം പറയുകയാണ്, ഏത് ദേവതയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അഗ്നിദേവതയ്ക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കുവാൻ ഉള്ള കഴിവുണ്ട്. എന്നിട്ട് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, അഗ്നിദേവതയെക്കാളും ശ്രേഷ്ഠമായി ആരുണ്ട്? ജലമുണ്ട്, അല്ലെ? വരുണദേവതയ്ക്കും സാധിക്കും. എന്നിട്ട് പറയുന്നു, ഈ ദേവതകൾക്കൊക്കെ പരിമിതരാണവർ. കാരണം ഇവർക്ക് ചെയ്യുവാൻ സാധിക്കുന്ന കടമകൾ വളരെ പരിമിതമായതാണ്. അതിവിടെ പറയുന്നില്ല, നമ്മൾ മനസ്സിലാക്കിക്കോണം. യാജ്ഞവൽക്യ മഹർഷി 2 ദേവതകളെ മാത്രമേ ഉദാഹരണമായി പറയുന്നു. അപ്പം നമുക്ക് 8
ഇന്ദ്രിയങ്ങളെക്കുറിച്ച് പറഞ്ഞു. അല്ലെങ്കിൽ ബാക്കിയുള്ള സർവ്വ ഇന്ദ്രിയങ്ങളെയും ഇല്ലാണ്ടാക്കുവാൻ ശേഷിയുള്ള ദേവതകളുണ്ട്. അതിൽ 2 ഉദാഹരണമായിട്ട് ആര് പറഞ്ഞു? അഗ്നിദേവനെയും വരുണദേവനെയും പറഞ്ഞു. അവർക്കും ആധാരമായിരിക്കുന്നത് പരമാത്മാവാണ് എന്ന് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. ആ ദേവതകൾക്കും അവരെ സൃഷ്ടിച്ചതും അവരെ നിലനിർത്തുന്നതും അവരെ തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു. അതാണ് സൃഷ്ടിസ്ഥിതി കാരണം. കാരണം എന്ന് വെച്ചാൽ ലയം എന്നുള്ള അർത്ഥമാണ് ഇവിടെ കേട്ടോ. അല്ലാണ്ട് നമ്മൾ മറ്റുള്ള സാമാന്യമായി ഉപയോഗിക്കുന്ന കാരണം എന്നുള്ള കാര്യകാരണം എന്നുള്ള അർത്ഥമല്ല ഇവിടെ. നമ്മൾ എഴുതിയ സൃഷ്ടിസ്ഥിതി കാരണം എന്ന് വെച്ചാൽ സൃഷ്ടിസ്ഥിതി ലയം. കാരണമെന്നും പറയാറുണ്ട് ലയത്തിന്. അപ്പം അതിന് ആധാരമായിരിക്കുന്നത് പരമാത്മാവാണ്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ദേവതകൾക്കും, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അടിസ്ഥാനമായ എല്ലാ ദേവതകൾക്കും സർവ ഇന്ദ്രിയങ്ങൾക്കും ഈ പ്രകൃതിക്കും സർവത്തിനും ആധാരമായിരിക്കുന്നത് പരമാത്മാവാണ്. ആ പരമാത്മാവിനാലാണ് എൻ്റെ ഇന്ദ്രിയങ്ങൾ നിലനിൽക്കുന്നത്. ആ ഇന്ദ്രിയങ്ങളിലൂടെ അടിസ്ഥാന ദേവതകൾ അവയുടെ ധർമ്മം ചെയ്യുന്നു. അപ്പോൾ സൂര്യൻ ഒരു ഉദാഹരണം പറഞ്ഞ കാഴ്ച എന്ന ധർമ്മം എൻ്റെ കണ്ണിലിരുന്ന് ചെയ്തു തരികയാണ്. അതുകൊണ്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അത് ചെയ്യിപ്പിക്കുന്നത് ആ ചേതന ശക്തിയാണ്, പരമാത്മാവിനാലാണ് അല്ലേ. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും അടിസ്ഥാനമായിരിക്കുന്ന ദേവതകൾ, അപ്പം ഇവരുടെയൊക്കെ കാരണമായിരിക്കുന്നത് പരമാത്മാവാണ്. അതുകൊണ്ട് ഞാൻ ഈ ദേവതകളുടെ പുറകെ പോകുന്നില്ല. ആർക്ക്? അതിനും ആധാരമായിരിക്കുന്ന പരമാത്മാവിനെ ആശ്രയിക്ക വേണം. അവർ അയ്യോ എൻ്റെ കണ്ണ് കാണുന്നില്ലല്ലോ, അപ്പം എന്നാൽ ഞാൻ കുറച്ച് സൂര്യാഷ്ടകം ചൊല്ലാം അല്ലേ. എൻ്റെ ചെവിട് കേൾക്കുന്നില്ലല്ലോ, എന്നാൽ ഞാൻ കുറച്ച് ദിഗ്ദേവതകൾക്ക് എന്തെങ്കിലും പൂജ ചെയ്യാം അല്ലേ. എൻ്റെ കൈ വേദനയുണ്ട്, അന്ന് ഞാൻ ഇന്ദ്രദേവന് കുറച്ച് എന്തെങ്കിലും ആഹൂതി അർപ്പിക്കുക. ഇങ്ങനെ പോകാതെ ദേവതകളൊക്കെ പരമാത്മ സൃഷ്ടിയാണ്. അതുകൊണ്ട് ആ ദേവതകളുടെ പുറകെ പോകാതെ നമ്മൾ ആരെ ആശ്രയിക്കും? ഇതിനൊക്കെ ആധാരമായിരിക്കുന്ന പരമാത്മാവിനെ ആശ്രയിക്കും. അവർക്ക് എന്താ ഫലം? ആ ഫലശ്രുതിയാണ് നമ്മൾ അവസാനം എഴുതിയത്. ആര് പരമാത്മാവിനെ ആശ്രയിക്കുന്നു അവർ മൃത്യുഭയത്തെ അതിവർത്തിക്കുന്നു. കാരണം ഞാൻ ഭയക്കേണ്ട കാര്യമില്ല. നമ്മൾ ജനിക്കുമ്പോൾ എന്തെങ്കിലും പേടിച്ചോ? നമുക്ക് ഓർമ്മയില്ല, അറിയില്ലല്ലേ. നമ്മുടെ ഇഷ്ടത്തിനാണോ നമ്മൾ ജനിച്ചത്? അല്ല. നമ്മൾ ഭയപ്പെട്ടാണോ വന്നത്? അല്ല. പക്ഷെ നമുക്ക് പോകുമ്പോൾ എന്തെല്ലാം ഭയങ്ങളാണ്. അതുണ്ടാവില്ല. കാരണം ഞാൻ എവിടെ നിന്നാ വന്നത് അങ്ങടേക്ക് തന്നെയാണ് മടങ്ങിപ്പോകുന്നത് എന്ന് തിരിച്ചറിയുന്നു. അതാണ് പുനർജന്മരഹിത മുക്തി അല്ലേ. അതായത് ജീവൻ മുക്തി. പുനർജന്മരഹിത മുക്തി എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് ലിബറേഷൻ. അതാണ് അല്ലേ. അതാണ് യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്. അപ്പം ഇവിടെ മനസ്സിലാക്കണം, അഗ്നിയും വരുണനും പ്രതിനിധികളായിട്ട് മാത്രം 2 ദേവതകളെ ഉദാഹരണമായിട്ട് മാത്രമേ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞുള്ളൂ. നമ്മളിവിടെ മനസ്സിലാക്കണം, എല്ലാ ഇന്ദ്രിയങ്ങളിലും കുടികൊള്ളുന്ന എല്ലാ ദേവതകൾക്കും ആധാരം പരമാത്മാവാണ്. അതുകൊണ്ട് ആ പരമാത്മാവിനെ ആശ്രയിക്കും. അവർ മരണഭയത്തെ അതിവർത്തിക്കും. അതാണ് ജീവൻ മുക്തിയും എന്ന്. പുനഃ മൃത്യും ജയതി. അവർ പുനർജന്മമില്ലാത്ത മുക്തിയെ ജയതി എന്ന് വെച്ചാൽ പ്രാപ്യതി, അവർ പ്രാപിക്കുന്നു എന്ന് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞുകൊണ്ട് 10ാമത്തെ മന്ത്രം അവസാനിപ്പിക്കുന്നു. അടുത്ത 11ാമത്തെ മന്ത്രം യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. നമുക്കതിലേക്ക് പോകാം. ഏകാദശ മന്ത്രം. യാജ്ഞവൽക്യ ഇതിഹോവാച. ഏകാദശ മന്ത്രം, 11ാമത്തെ മന്ത്രം. യാജ്ഞവൽക്യ ഇതിഹോവാച യത്ര അയം പുരുഷഃ മ്രിയതേ. ഒരു മിനിറ്റ്, അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. 10ാമത്തെ മന്ത്രത്തിൻ്റെ
മൃഡാനന്ദ സ്വാമിജിയുടെ കുറിപ്പ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം. അത് പറയാൻ വിട്ടുപോയതാ, ക്ഷമിക്കുക. മൃഡാനന്ദ സ്വാമിജിയുടെ മലയാളം പുസ്തകം ഉള്ളവർ പുതിയ പുസ്തകം 221 221, പഴയ പുസ്തകത്തിൻ്റെ നമ്പർ എനിക്ക് അറിഞ്ഞുകൂടാ. പഴയ പുസ്തകമുള്ളവർ അത് നോക്കുക. 10ാമത്തെ മന്ത്രത്തിൻ്റെ കുറിപ്പ് ഞാനൊന്ന് വായിക്കാം, അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഗ്രഹ അതിഗ്രഹങ്ങളെ പറ്റിയുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, എന്ന് വെച്ചാൽ എന്താ, 1 മുതൽ 9 വരെയുള്ള മന്ത്രങ്ങൾ കഴിഞ്ഞപ്പോൾ ആർത്തഭാഗൻ വീണ്ടും ചോദിക്കുന്നു, ഈ ജഗത്ത് മുഴുവൻ നാശത്തിന് വിധേയമായാൽ അത് മൃത്യുവിനാൽ ഗ്രസ്തമാണ്. അതായത് ഈ ജഗത്ത് മുഴുവൻ നാശത്തിന് വെച്ചാൽ ലയസ്ഥാനം, പ്രളയം വന്നാൽ എല്ലാ പരമാത്മാ സൃഷ്ടിയിലുള്ള സർവ്വ ജീവരാശികളും അവരുടെ ഇന്ദ്രിയങ്ങളും അല്ലെ പ്രകൃതിയും മുഴുവൻ മൃത്യുവിന് പിടിയിലായാൽ, എന്നാൽ മൃത്യു യസ്യോപസേചനം, കഠോപനിഷത്ത് 1.2.25 അല്ലേ. മൃത്യുർ യസ്യോപസേചനം എന്ന് വെച്ചാൽ എന്താണ്? ആര് മൃത്യുഭയത്തെ അധിവർത്തിക്കുന്നോ അവർക്ക് മരണം എന്ന് പറയുന്നത് തൊട്ടുകൂട്ടാനുള്ള ഒരു കറിയാണെന്ന്. അതാണ് യസ്യോ ഉപസേചനം എന്ന് കഠോപനിഷത്ത് യമധർമ്മരാജാവും നചികേതസും തമ്മിലുള്ള ചർച്ചയിൽ പറയുന്നത്. അതായത് യസ്യോപസേചനം എന്ന് വെച്ചാൽ അവർക്ക് മരണം എന്നത് അവരെ സംബന്ധിച്ച് ഇൻസിഗ്നിഫിക്കൻ്റ് ആണെന്ന്. അവർക്ക് അതൊന്നും ഒരു പ്രാധാന്യവുമില്ല. ശരീരം പോകുന്ന എപ്പോൾ വേണേലും പൊക്കോട്ടെ, ഐ ആം എവർ റെഡി ടു ഗോ. അതാണ് യസ്യോപസേചനം. എന്നിട്ട് എന്ന് മൃത്യു കൂടി അന്നമായി തീരുന്നു ഒരു ദേവതയുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, ആ ദേവത ഏതാണ്? മൃത്യു വന്നാൽ മാത്രമാണല്ലോ മോക്ഷം സിദ്ധിക്കുന്നത്. അതായത് മൃത്യുവിനെയും ഇല്ലാണ്ടാക്കുവാൻ കഴിവുള്ള മൃത്യുദേവനെയും അഗ്നിദേവനെയും വരുണദേവനെയും ഇന്ദ്രദേവനെയും സർവറ്റിനെയും തന്നിലേക്ക് ലയിപ്പിക്കാൻ ആർക്ക് സാധിക്കും? പരമാത്മാവിന് തന്നെ. കാരണം ഈ ദേവതകളെയൊക്കെ സൃഷ്ടിച്ചതാര്? അതാണ് നമ്മൾ എഴുതിയ സൃഷ്ടിസ്ഥിതി ലയം എന്ന് എഴുതിയത്. എല്ലാറ്റിനെയും സൃഷ്ടിച്ചതാരോ ആ സൃഷ്ടികർത്താവിന് തന്നെ അതിനെയൊക്കെ തന്നിലേക്ക് തന്നെ മടക്കിയെടുക്കുവാനും ലയിപ്പിക്കാനും സാധിക്കും എന്നാണ് പറഞ്ഞത്. അതിനു യാജ്ഞവൽക്യ മഹർഷി പരോക്ഷമായ ഉത്തരം പറയുന്നു. ബാക്കി അണ്ടർലൈൻ ചെയ്തോളൂ, ബാക്കി മുഴുവൻ. അഗ്നി സർവത്തിനെയും ഭക്ഷിക്കുന്നത് കൊണ്ട് മൃത്യുവാകുന്നു. ഉദാഹരണമായി അഗ്നിയെയും വരുണനെയും പറഞ്ഞല്ലോ. അതായത് എല്ലാ ഇന്ദ്രിയങ്ങളെയും കൊല്ലുക എന്നുള്ള വാക്ക് കുറച്ച് ക്രൂരമായിരിക്കും, പക്ഷെ മനസ്സിലാകാൻ വേണ്ടി എളുപ്പത്തിന് പറയുന്നതേ ഉള്ളൂ. നശിപ്പിക്കുവാനുള്ള കഴിവ് അഗ്നിക്കുണ്ട്. ആ അഗ്നി അപ്പുകളാൽ, അപ്പെന്ന് വെച്ചാൽ ജലം, ആ അഗ്നി അപ്പുകളാൽ ഭക്ഷിക്കുന്നത് കൊണ്ട് മൃത്യുവാകുന്നു. പക്ഷെ അഗ്നിയെ നശിപ്പിക്കുവാൻ ആർക്ക് സാധിക്കും? വരുണദേവന്, ജലത്തിന് സാധിക്കും. അതാണ് മൃത്യുവാകുന്നു എന്നെഴുതിയത്. ആ അഗ്നി അപ്പുകളാൽ ഭക്ഷിക്കപ്പെടുന്നതിനാൽ അതിന് അന്നമാകുന്നു. അഗ്നിക്ക് അന്നം ജലമാണ്. അതായത് ജലത്തിന് മാത്രമേ അഗ്നിയെ കഴിക്കുവാനുള്ള കഴിവുള്ളൂ. അതാണ് അവിടെ എഴുതിയത്. അതുപോലെ ഗ്രഹ അതിഗ്രഹ രൂപമായ മൃത്യു ബ്രഹ്മാത്മൈക്യ ദർശനത്തിനാൽ നശിപ്പിക്കപ്പെടുമ്പോൾ മോക്ഷം സിദ്ധിക്കുന്നു. അത് തന്നെയാണ് നമ്മൾ എഴുതിയത്. അതായത് ഗ്രഹ അതിഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ കുറച്ച് സ്വാമിജിയുടെ ഭാഷ മനസ്സിലാവുമെന്ന് അറിയില്ല. നമ്മൾ എഴുതിയത് കുറച്ചുകൂടെ ലളിതമായിട്ടാണ്. അതായത് സർവ്വ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റെ ബാഹ്യ വിഷയങ്ങൾക്കും അതിനെയൊക്കെ ആധാരമായിരിക്കുന്നത് പരമാത്മാവാണെന്നുള്ള ബ്രഹ്മാത്മൈക്യ ദർശനം. അതായത് ഈ ഇന്ദ്രിയമൊന്നും എൻ്റെ സ്വന്തമല്ല. ഇതൊക്കെ ആരാണോ പടച്ചത് ആ പരമാത്മാവിൻ്റെ സ്വന്തമാണ്. അതുകൊണ്ട് എന്താണ്, അതിനോടുള്ള എൻ്റെ താതാത്മ്യത്തെ ഉപേക്ഷിച്ചാൽ ഞാൻ പരമാത്മാവിനെ ആശ്രയിക്കും. ഇതിനൊക്കെ ആധാരഭൂതമായിരിക്കുന്ന പരമാത്മാവിനെ ഞാൻ ആശ്രയിക്കും. അതാണ് ബ്രഹ്മാത്മൈക്യ ദർശനം എന്ന് ഇവിടെ സ്വാമിജി എഴുതിയിരിക്കുന്നത്. നശിപ്പിക്കപ്പെടുമ്പോൾ മോക്ഷം സിദ്ധമാകുന്നു എന്ന് വെച്ചാൽ എന്താണ്, അവർ മരണഭയത്തെ അധിവർത്തിക്കുന്നു. കാരണം എൻ്റെ ഇന്ദ്രിയങ്ങളൊക്കെ നശിച്ചോട്ടെ, അതിനെ സൃഷ്ടിച്ച ആളിലേക്ക് തന്നെയാണ് അതൊക്കെ മടങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് എൻ്റെ സ്വന്തമല്ല, പിന്നെ ഞാൻ നശിച്ചാൽ എന്താ, നശിച്ചില്ലേ എനിക്കെന്താ എന്നുള്ള ഭാവത്തിലെത്തും. അതാണ് മോക്ഷം സിദ്ധിക്കുന്നു. ആത്മദർശനം മൃത്യുവുമായിട്ടുണ്ടെന്ന് യാജ്ഞവൽക്യ മഹർഷി സൂചിപ്പിക്കുന്നു. അതായത് ആത്മദർശനം എന്ന് വെച്ചാൽ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും
ആധാരം പരമാത്മാവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്ദ്രിയങ്ങളോടുള്ള താതാത്മ്യം അറിയുന്നയാൾ ഉപേക്ഷിക്കും. അതാണ് ആത്മദർശനം. അതാണ് നമ്മൾ എഴുതിയ പുനർജന്മരഹിത മുക്തി എന്നെഴുതിയത് അല്ലേ. കുറിപ്പ് അത് അണ്ടർലൈൻ ചെയ്യണം. അവിടെ മുതലേ ആ അവസാനത്തെ 1, 2, 3, 4, 5 വരികൾ സമയം കിട്ടുമ്പോൾ വീണ്ടും നമുക്ക് എടുത്തു നോക്കാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇപ്പോൾ എഴുതിയത് നമ്മൾ എഴുതിയല്ലോ ലളിതമായിട്ട്, അത് വായിച്ചാലും മതി. നമുക്ക് മടങ്ങി വരാം. ഏകാദശ മന്ത്രത്തിലേക്ക് ഒന്ന് പാരായണം ചെയ്യാം. വ്യാഖ്യാനം നാളെ കാണാം. നാളെ വരാൻ പറ്റുന്നവരൊക്കെ നാളെ പങ്കെടുക്കുക. ഇല്ലെങ്കിൽ റെക്കോർഡിങ് ചോദിച്ചാൽ മതി, ഞാൻ അയച്ചു തരാം. ഇല്ല, യൂട്യൂബിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് എടുത്ത് നോക്കാൻ സാധിക്കുന്നവർക്ക് അപ്പം തന്നെ എടുത്ത് നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ബാക്കി തിങ്കളാഴ്ച പഠിക്കാം. യാജ്ഞവൽക്യ ഇതിഹോവാച യത്ര അയം പുരുഷഃ മ്രിയതേ ഉദസ്മാത് പ്രാണഃ. പ്രാണാഹ എന്നില്ല കേട്ടോ, അത് എന്തുകൊണ്ടാണെന്ന് അടുത്ത ക്ലാസ്സിൽ പറയാം. പ്രാണഃ എന്നേ ഉള്ളൂ, ഏകവചനേ ഉള്ളൂ. പ്രാണഃ. ഉത്ക്രാമന്തി, അടുത്ത വാക്ക് ഉത്ക്രാമന്തി. ഉത്ക്രാമന്തി ആഹോ. ഉത്ക്രാമന്തി ആഹോ. നേതി നേതിഹോവാച യാജ്ഞവൽക്യഃ അത്ര ഏവ സമവനീയന്തേ. നേതി നേതിഹോവാച യാജ്ഞവൽക്യഃ അത്ര ഏവ സമവനീയന്തേ. സഹ ഉച്ചായതി. ആത്മാ യതി ആത്മാതഃ മൃതഃ ശേതേ. ഇന്നലെ ആരോ ചോദിച്ചിരുന്നു ഉച്ചായതിയാണോ ഉച്ചയതി എന്നാണോ എന്ന്. 2 പാഠഭേദമുണ്ട്. ഞാൻ ഇന്നലെ നമ്മുടെ സംസ്കൃത പുസ്തകം കൈലാസാശ്രമത്തിൻ്റെയും നോക്കി, ഗീതാ പ്രസിൻ്റെയൊക്കെ നോക്കി. 2 പാഠഭേദമുണ്ട്, 2 ശരിയാണ്. ഉച്ചയതി എന്നും പറയാം, ദീർഘവും പറയാം. ഛാന്ദസപ്രയോഗമാണ്, അത് അർത്ഥവ്യത്യാസം വരുന്നില്ല. യാജ്ഞവൽക്യ ഇതി ഹോവാച യത്ര അയം പുരുഷഃ മ്രിയതേ ഉദസ്മാത് പ്രാണഃ ഉത്ക്രാമന്തി ആഹോ. നേതി നേതി ഹോവാച യാജ്ഞവൽക്യഃ അത്ര ഏവ സമവനീയന്തേ. സഹ ഉച്ചായതി ആത്മാ യതി ആത്മാ യതി ആത്മാതഃ മൃതഃ ശേതേ. യാജ്ഞവൽക്യ ഇതി ഹോവാച യത്ര അയം പുരുഷഃ മ്രിയതേ ഉദസ്മാത് പ്രാണഃ ഉത്ക്രാമന്തി ആഹോ. നേതി നേതി ഹോവാച യാജ്ഞവൽക്യഃ അത്ര ഏവ സമവനീയന്തേ. സഹ ഉച്ചായതി ആത്മാ യതി ആത്മാതഃ മൃതഃ ശേതേ. വ്യാഖ്യാനം നമുക്ക് നാളെ കാണാം. 10ാമത്തെ മന്ത്രം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായി നാളെ അത് ചോദിക്കുക. യാജ്ഞവൽക്യ മഹർഷി ഗ്രഹ അധിഗ്രഹങ്ങളുടെ ചോദ്യത്തിന് അനന്തരം ആർത്തഭാഗന്റെ ചോദ്യം, ഈ ഇന്ദ്രിയങ്ങൾക്കൊക്കെ ആധാരമായിരിക്കുന്നത് ആരാണ്? യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, അതിനെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന പരമാത്മാവാകുന്നു. ആര് ആ പരമാത്മാവിനെ ആശ്രയിക്കുന്നോ അവർക്ക് എന്ത് ഫലമാണ് കിട്ടുന്നത്? അവർക്ക് പുനർജന്മമില്ലാത്ത ജീവൻ മുക്തി എന്ന ഫലം ലഭിക്കും എന്നാണ് 10ാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. ഇനി അടുത്ത മന്ത്രം ജീവൻ മുക്തന്റെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ജീവൻ മുക്തൻ ശരീരം ഉപേക്ഷിക്കുമ്പോഴുള്ള ആ അവസ്ഥ യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം 2 മന്ത്രങ്ങളും കൂടിയേ ഉള്ളൂ, 12, 13 മന്ത്രങ്ങൾ. ആ ജീവൻ മുക്തനല്ലാത്തയാളുടെ അജ്ഞാനിയുടെ മരണവും എന്തെന്ന് പറയുകയാണ്. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം നമോ
ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ॐ। श्रीगुरुभ्यो नमः। हरिः ॐ।